ரொம்ப ஈஸியாக டேஸ்ட்டாக சக்கை அடை எப்படி பண்ணலான்னு வாங்க பார்க்கலாம். 4 മണി പലഹാരം ചക്ക വരട്ടിയുള്ള അട. ചക്ക അടയ്ക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ഗോതമ്പ് പൊടി, അരിപ്പൊടിയോ റവ. ഇപ്പം നമ്മൾ ചക്ക വരട്ടിയത് 1 കപ്പാണെങ്കിൽ ഗോതമ്പ് പൊടി 2 കപ്പ്, അതിൻ്റെ ഇരട്ടിയ 2 കപ്പ് ഗോതമ്പ് പൊടി, 1 കപ്പ് ചക്ക വരട്ടിയത് അല്ലേ, വരട്ടി വെച്ച ചക്ക. പിന്നെ 1 കപ്പ് തേങ്ങ. അപ്പം നമ്മൾ എടുക്കുന്ന കപ്പിന് അല്ലേ, നമ്മൾ എടുക്കുന്ന കപ്പിന് 1 കപ്പ് ചക്ക വരട്ടിയത്, 1 കപ്പ് തേങ്ങ, 2 കപ്പ് ഗോതമ്പ് പൊടി. ഉപ്പ് വേണമോ? 1 നുള്ളു ഉപ്പ് വേണം. ഇതൊക്കെ കൂടെ കുഴക്കണം അല്ലേ അമ്മ? നല്ല കുഴക്കണം, നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ച് ഇതാക്കി എടുക്കണം അല്ലേ. വേണമെങ്കിൽ കുറച്ച് വെള്ളം, ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ അല്ലേ. ഓക്കെ. ഇപ്പം ഇത് മധുരം കറക്റ്റ് ആയിരിക്കും അമ്മ? മധുരം കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ശർക്കര പൊടി കുറച്ച് ചേർക്കാം അല്ലേ. ഇപ്പൊ ഗോതമ്പ് പൊടി അല്ലെങ്കിൽ പിന്നെ വേറെ എന്താ? അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കാം, റവ വെച്ചും ഉണ്ടാക്കാം. റവ വെച്ചു റവ നല്ല കുതിർത്തിയിട്ട് അതിൽ ചക്ക വരട്ടിയത് ഇട്ട് കുഴച്ച് വറുത്ത റവയോ വറക്കാത്ത റവയോ? വറുത്ത റവയോ വറക്കാത്ത റവയോ എന്തായാലും മതി. ശരി ശരി. പക്ഷെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടി. നെയ്യ് ചേർക്കണം. നെയ്യ് ചക്ക വരട്ടിയ ചേർത്തിക്കൊണ്ട് ചേർക്കണ്ട അല്ലേ. ഇപ്പൊ ചക്ക വരട്ടിയത് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ചക്ക പഴുത്ത ചക്ക അരച്ചിട്ടിട്ട് ശർക്കര ഇട്ട് ഉണ്ടാക്കാം. ഈ ഗോതമ്പ് പൊടിയിലേക്ക് പഴുത്ത ചക്ക അരച്ചതും ശർക്കരയും കൂടിയും ചേർത്ത് ഇതേമാതിരി കുഴച്ചിട്ട് ഉണ്ടാക്കാം. തേങ്ങ, നെയ്യ് ഒക്കെ ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കാം അല്ലേ. എന്തിനാ വെള്ളത്തിൽ മുക്കിയിട്ട് കയ്യിൽ ഇത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനായിട്ട് വെള്ളത്തിൽ മുക്കി മുക്കി കുഴച്ചെടുത്താൽ മതി അല്ലേ. ഇപ്പം ഇത് എങ്ങനെയാണ്? വെള്ളത്തിൽ ഇങ്ങനെ കൈ തൊട്ട് തൊട്ട് ഇത്